ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് ചേടുത്തിമാരെ, ഒരിക്കലും പറയരുത് എൻ്റെ ഈ വീട്ടിൽ എനിക്ക് കാൽ കാശിന് വിലയില്ല എന്ന് പറയരുത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചില അമ്മച്ചിമാരങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഈ വീട്ടിൽ എനിക്ക് കാൽ കാശിന് വിലയില്ല, മക്കൾ എനിക്ക് കാൽ കാശിന് വില തരുന്നില്ല, മരുമകൾ എനിക്ക് 10 പൈസയുടെ വില തരുന്നില്ല. എൻ്റെ കെട്ടിയവനാണെങ്കിൽ എന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കലെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള മക്കൾ, വളർത്തി വലുതാക്കിയ മക്കൾ എന്നെ പരിഗണിക്കണില്ല, എനിക്കൊരു വിലയില്ല ഈ വീട്ടിൽ. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി, പ്രൗഢയായ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു മീൻ കഷണം എടുക്കണമെങ്കിൽ എനിക്ക് അനുവാദം വേണം, എനിക്ക് പുല്ല് വിലയില്ല എൻ്റെ വീട്ടിൽ. ഞാനുണ്ടാക്കിയ വീട്, ഞാൻ കഷ്ടപ്പെട്ട വീട്. കാരണം ഹൈറേഞ്ചിലേക്ക് കുടിയേറി ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കെട്ടിയവും മരിച്ചു. പിന്നെ ഈ പിള്ളേരെ വളർത്താൻ ആ ചേടുത്തിപ്പെട്ട പാട്. അവസാനം അതുങ്ങളെയൊക്കെ ഒരു കരയിലെത്തിച്ചു. ഇപ്പോ താൻ ഉണ്ടാക്കിയ വീട്ടിൽ, താൻ വളർത്തിയ വീട്ടിൽ, താൻ കിളച്ച മണ്ണിൽ ഒരു മീൻ കഷണം എടുക്കണമെങ്കിൽ എനിക്ക് അനുവാദം വേണം, എനിക്ക് കാൽ കാശിൻ്റെ വില ഈ വീട്ടിലില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പോഴെങ്കിലും വിലയില്ലാത്തവരായി തീരുന്ന ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭാര്യ വില തരുന്നില്ല ഭർത്താവിന്. ഇയാൾ എന്നതാടോ ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒരു ഭാര്യ ചോദിച്ചാൽ അയാൾ ചുരുങ്ങിക്കൂടുകയാണ്. എനിക്കെന്ത് വില ഇവിടെ? നശിപ്പിച്ചതല്ലാതെ വല്ലതും ഉണ്ടാക്കിയോ? ശരിയാണ്, കിട്ടിയ കാശിന് കള്ളു കുടിച്ചു. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി, നീ എന്നാം കൊണ്ടാടി ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇവിടെ കിടന്ന് രാവിലെ മുതൽ പണിതുണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ലേടി, നീ 4 നേരം ഇവിടെ തിന്നണേ എന്ന് ചോദിക്കുമ്പോ ഭാര്യ വിലയില്ലാത്തവളായി മാറുകയാ. വളർത്തി വലുതാക്കിയ മക്കളീ കഴിഞ്ഞ ദിവസം ഒരു അപ്പം പറഞ്ഞു, വളർത്തി കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിട്ടു. 1 വർഷം 2-3 ലക്ഷം രൂപ ഉണ്ടാക്കേണ്ടി വന്നു.
മകൻ ഇതുവല്ലോ മനസ്സിലാകുന്നുണ്ടോ? മകൻ നട്ടെല്ല് പൊട്ടി ഞാൻ ഇവിടെ കിടന്നുണ്ടാക്കണ കാശും കൊണ്ട് മകൻ പഠിക്കാൻ പോയ സ്ഥലത്ത് ദർബാറടിച്ചു. അവസാനം ഹോസ്റ്റൽ ഫീസ് 10 മാസത്തെ കുടിശ്ശികയാ. അപ്പന്റെ കണക്കിൽ 1 മാസം പോലും കുടിശ്ശികയില്ല. പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അപ്പൻ ഓർത്തു, എനിക്കെന്നാ വില? ഈ മകൻ എനിക്ക് എന്റെ അധ്വാനത്തിന് 1/4 കാശിന്റെ വില തരുന്നുണ്ടോ? വിലയില്ലാതെ ആ കോളേജിലെ പ്രിൻസിപ്പാളിന്റെ മുമ്പിൽ നട്ടെല്ല് വളച്ചു പിടിച്ചിരിക്കുന്ന വിലയില്ലാത്തൊരപ്പൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിന്റെ പരുപരുത്ത പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്കെന്നാ വില എന്ന്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷ്ക്രിയനായി പോകുന്നത് അവൻ വിലയില്ലാത്തവനാണെന്ന് അവന് അല്ലെങ്കിൽ അവൾക്ക് തോന്നുമ്പോഴാണ്. പക്ഷേ തിരുവചനം ഇന്ന് നമ്മുടെ മുമ്പിൽ ചുരുൾ വിടർത്തുന്നത്, പ്രിയപ്പെട്ടവരെ, നാം വിലയുള്ളവരാണ് എന്ന അവബോധത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകണമെന്നാണ്. നമ്മുടെ വില നമ്മൾ താമസിക്കുന്ന വീടിന്റെ വലിപ്പമല്ല. ഇത് നമ്മളെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ട് കേട്ടോ. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ പകിട്ടല്ല നമ്മുടെ വിലയെന്ന്. ജനിച്ചു വീണ വീടിന്റെയോ വളർന്ന വീടിന്റെയോ വലിപ്പമല്ല നമ്മുടെ വിലയെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ട്. ആരാണ് ആ കൊച്ച്? ഉണ്ണീശോ. ഇന്ന് വരെ ഒരു മനുഷ്യനും പിറക്കാത്ത കാലിക്കൂട്ടിൽ പിറന്നു വീണപ്പോൾ അവൻ മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആഗോള തത്വമുണ്ട്. പിറന്നു വീണ ഇടമോ ജനിച്ചു വളർന്ന ഇടമോ അല്ല എൻ്റെ വലിപ്പം എന്നെ വിലയെന്ന്. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഭംഗിയല്ല നമ്മുടെ വിലയെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ആ കന്നുകാലി തൊഴുത്തിലെ മാലിന്യങ്ങൾക്കിടയിൽ പിറന്നു വീണത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നിട്ടും വിലയായിട്ട് എണ്ണുന്നത്, നമ്മൾ മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രവും അവൾ അണിഞ്ഞിരിക്കുന്ന പൊന്നിൻ്റെയും തൂക്കമാണ് ഇന്നും നമ്മൾ വില കൽപ്പിക്കുന്നത് നമ്മുടെ കൂട്ടായ്മകളിൽ പോലും. നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഭംഗിയും അതിൻ്റെ മനോഹാരിതയും നമ്മൾ അറിയാണ്ട് നമ്മുടെ വിലയായിട്ട് എണ്ണിപ്പോകുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും ഒക്കെ വില കൽപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പക്ഷേ മനുഷ്യന്റെ വില അവൻ താമസിക്കുന്ന വീടോ അവൻ വഹിക്കുന്ന ഉദ്യോഗത്തിൻ്റെ ആ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമോ അല്ല മനുഷ്യന്റെ വിലയെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ വില എനിക്ക് വേണ്ടി കർത്താവ് സഹിച്ച തല്ലുകളുടെ വിലയാണ് എൻ്റെ വില. ഈ വലിപ്പത്തെ, ഈ എൻ്റെ വിലയെ മനസ്സിലാക്കി ഞാനിവിടെ ജീവിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇംഗിതം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ എനിക്കിവിടെ പിന്നെ വില കൂട്ടാൻ വേണ്ടി തത്രപ്പാട് അനുഭവിക്കേണ്ട ദുര്യോഗമുണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മനുഷ്യൻ ഇവിടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലല്ലേ മക്കളെ പഠിപ്പിച്ച് ഒരപ്പൻ കൊച്ചിനെ കൊണ്ട് ഒരു ഇന്റർനാഷണൽ സിലബസ് ഉള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കുക. എന്തിനാ? എനിക്കുണ്ടായ ദുര്യോഗം നിനക്കുണ്ടാവരുത്. എനിക്ക് 4ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്കുണ്ടായ ദുര്യോഗം നിനക്കുണ്ടാവരുത്. നീ അതുകൊണ്ട് ഇന്റർനാഷണൽ സിലബസ് ഉള്ള സ്കൂളിൽ പഠിച്ചിട്ട് നീ അപ്പന്റെ വില ഉയർത്തണം. അപ്പൻ മകന്. എന്നിട്ട് അപ്പൻ 500 മരം വീതം വെട്ടുക. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് അപ്പൻ റബ്ബർ വെട്ടു തുടങ്ങും. 7:30 500 മരം വെട്ടി തീർത്തിട്ട് അപ്പൻ കൂലിപ്പണിക്ക് പോകും. എന്തിനാ? മകൻ സ്കൂളിൽ ഇന്റർനാഷണൽ സിലബസ് പഠിച്ച് അപ്പന്റെ വില ഉയർത്തണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ അപ്പൻ പകലില്ലാതെ അധ്വാനിക്കുന്നത് തൻ്റെ വില മകന്റെ വിദ്യാഭ്യാസത്തിലൂടെ. മകൻ വലിയ പൊസിഷനിലെത്തണം.
എന്നിട്ട് വേണം അപ്പന്റെ വിലയൊന്ന് ഉയരാൻ. അപ്പൻ തത്രപ്പാടിലാണ് വില ഉയർത്താൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ വില എന്താ? കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച പീഡനങ്ങളുടെ ആകത്തുകയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ വില. അപ്പൊ നോക്കൂ, ഈ ഇരിക്കുന്ന എല്ലാവരും വിലയുള്ളവരാണ്. ഹല്ലേലൂയ. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിലയുള്ളവരാണ്. നമ്മുടെ വില തുല്യവുമാണ്. എന്റെയും നിങ്ങളുടെയും വില തുല്യമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് മനുഷ്യനോട് ദൈവമായ കർത്താവ് പ്രപഞ്ചത്തിലേക്ക് ജീവിക്കാൻ വിട്ടപ്പോൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. എന്താണെന്നറിയാമോ? അതും ഇതും തിന്ന്, അതും ഇതും കണ്ട്, അതും ഇതും നോക്കി. ഈ പ്രപഞ്ചത്തിൽ നിന്റെ കണ്ണുകളെ ആകർഷിക്കാൻ പലതും കാണും. ഈ പ്രപഞ്ചത്തിൽ നിന്റെ ശരീരത്തിന് അനുഭവിക്കാൻ രുചികരമായത് പലതും ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിൽ നിന്റെ കണ്ണുകളെ ആകർഷിക്കാൻ പലതും ഉണ്ടാവും. പക്ഷേ അതും ഇതും തൊട്ട്, അതും ഇതും തിന്ന്, അതും ഇതും ആസ്വദിച്ച് നിന്റെ വില കളയരുത് എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞാണ് മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലേക്ക് ദൈവമായ കർത്താവ് അയച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് പ്രപഞ്ചത്തിലേക്ക് ജീവിക്കാൻ വിട്ടത് വിലയുള്ള മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവമായ കർത്താവ് തന്റെ ജീവശ്വാസം അവന്റെ മേൽ, ബാക്കി നിങ്ങൾ പറയണം, അവന്റെ മേൽ ആരോ പറയുന്നുണ്ട്, അവന്റെ മേൽ നിശ്വസിച്ചു. അല്ലെങ്കിൽ അവനിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി, അല്ലേ? അങ്ങനെയാണ് നമ്മൾ തിരുവചനം വായിക്കുന്നത്. അവൻ്റെ നാസാരന്ധ്രത്തിലേക്ക് അവൻ ജീവശ്വാസം ഊതി. അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഒന്ന് പറഞ്ഞേ, അങ്ങനെ മനുഷ്യൻ എങ്ങനെ? ദൈവം തൻ്റെ ജീവനെ മനുഷ്യനിലേക്ക് നൽകി. അങ്ങനെ അതാണ് മനുഷ്യന്റെ വില, അതാണ് മനുഷ്യന്റെ വലിപ്പം, അതാണ് മനുഷ്യന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ മഹത്വം എന്നും നമ്മുടെ വിലയെന്നും, ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ വിലപ്പെട്ട ജീവനാണ് നമ്മുടെ വില. അതുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ ജീവിക്കാൻ വിട്ടപ്പോൾ ദൈവമായ കർത്താവ് മനുഷ്യനോട് പറഞ്ഞു, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിലെ പഴം നീ തിന്നരുത്, നീ മരിക്കും, നിന്റെ ജീവൻ നഷ്ടപ്പെടും, നിന്റെ മഹത്വം നഷ്ടപ്പെടും, നിന്റെ വലിപ്പം നഷ്ടപ്പെടും, നിന്റെ വില നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ടത് അവന്റെ വലിപ്പമാണ്. ഹല്ലേലൂയ. നമ്മുടെ വലിപ്പമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ദൈവം നമുക്ക് തന്ന, പ്രിയപ്പെട്ടവരെ, അങ്ങനെ വില നഷ്ടപ്പെടുത്തിയ മനുഷ്യന് വീണ്ടും വില നൽകാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞതൊന്നും മനുഷ്യൻ കേട്ടില്ല. ഈ വിലയുള്ള മനുഷ്യൻ പുറത്തേക്കിറങ്ങി, വലിപ്പമുള്ള മനുഷ്യൻ പുറത്തേക്കിറങ്ങി, മഹത്വമുള്ള മനുഷ്യൻ പുറത്തേക്കിറങ്ങി. അവന്റെ മഹത്വത്തിന്റെ വലിപ്പത്തിന്റെ അടയാളം തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്ത് വിലയുള്ളവനാണ് അവൻ, എന്ത് വലിപ്പമുള്ളവനാണ് അവൻ! ദൈവത്തിന്റെ ജീവൻ കുടികൊള്ളുന്ന, അതായത് പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ജീവൻ കുടികൊണ്ടാൽ അവൻ വലിയവനാണ്, വലിയവളാണ്, മഹത്വമാർന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജീവൻ കുടികൊള്ളുന്ന ആദ്യ മനുഷ്യന്റെ ചിത്രം വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം വരച്ചു കാണിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഉൽപ്പത്തി 2:23. ആ തിരുവചനം എന്തുവാ? നമുക്ക് കാണാതെ അറിയാവുന്ന തിരുവചനമാണ്. ആദ്യത്തെ പുരുഷനെ കണ്ടപ്പോൾ, അല്ല, ആദ്യത്തെ സ്ത്രീയെ കണ്ടപ്പോൾ പുരുഷൻ പറഞ്ഞു. അതാണ് ഉൽപ്പത്തി 2:23. ഇതാ ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. നോക്കൂ, അവന്റെ കണ്ണുകൾ വിടർന്നു. മഹത്വമുള്ള മനുഷ്യൻ, മഹത്വമുള്ള പുരുഷൻ. അവൻ തൻ്റെ സഖിയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇതാ ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മഹത്വമാർന്ന മനുഷ്യരുടെ പ്രത്യേകത. അവൻ അപരനെ വലുതായി കാണും.
പ്രിയപ്പെട്ട ഭർത്താവേ, ഭാര്യ നിനക്ക് ചെറുതല്ല. പ്രിയ ചേച്ചി, ഭർത്താവ് നിങ്ങൾക്ക് ചെറുതല്ല. കുഞ്ഞുങ്ങൾ നമുക്ക് ചെറുതല്ല. പിള്ളേരെ, നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾ, വല്യപ്പന്മാർ, വല്യമ്മമാർ, അവർ ചെറിയവരല്ല. എപ്പോഴാണെന്നറിയാമോ അവർ ചെറിയവരാന്ന് തോന്നണേ? കൺട്രി ഫെല്ലോസ് ആന്ന് തോന്നണേ? എപ്പോഴാണെന്നറിയാമോ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാന്ന് തോന്നുന്നേ? നമുക്ക് ഈ ആത്മാവിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ ഇല്ലാണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നും, ഇവളെ കൊണ്ട് എന്ത് കാര്യം, ഇയാളെ കൊണ്ട് എന്ത് കാര്യം, പണമില്ലാത്തവനെ കൊണ്ട് എന്ത് കാര്യം. ഇങ്ങനെ നമ്മുടെ കണ്ണുകൾ ചുരുങ്ങിപ്പോകും. ഇവിടെ കണ്ടോ, വിടർന്ന കണ്ണുകളുള്ള മനുഷ്യൻ. ആദം വിടർന്ന കണ്ണുകളുള്ള മനുഷ്യനാ. എന്താ അവൻ പറഞ്ഞേ? ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. എന്നോളം വിലയുള്ളവൾ ഇവൾ എന്നോളം വിലയുള്ളവളാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈപ്പറ്റിയ സകല മനുഷ്യരും ദൈവത്തോളം വിലയുള്ളവരാണ്. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ വേണ്ട മനോഭാവവും നോട്ടവും ഒക്കെ ഈ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധമാകണം. ഇത് നഷ്ടപ്പെട്ടാൽ ചങ്ങാതി, നാം ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലാണ്ടായി മാറും. ഈ അവബോധം നഷ്ടപ്പെട്ടിട്ട് നാം കാട്ടിക്കൂട്ടുന്ന അനുഷ്ഠാനങ്ങളും ഭക്തി പരിപാടികളും ഒക്കെ കേവലം വിലയില്ലാത്തതായി മാറും. സ്വന്തം ജീവിത പങ്കാളിയെ അവളുടെ മഹത്വത്തോടെ കാണാൻ, സ്വന്തം മക്കളെ അവരുടെ മഹത്വത്തോടെ കാണാൻ, സ്വന്തം മാതാപിതാക്കളെ അവരുടെ മഹത്വത്തോടെ കാണാൻ ഉള്ള ദൈവിക വെളിപാട്, അതാണ് പരിശുദ്ധാത്മാവ് തന്നത്. നോക്കൂ, മഹത്വമാർന്ന കണ്ണുകളുള്ള മനുഷ്യൻ ആദം തൻ്റെ ജീവിത പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം, വിലയുള്ളവൾ. ഇതാണ് ദൈവം മനുഷ്യന് തൻ്റെ ആത്മാവിനെ കൊടുത്തപ്പോൾ മനുഷ്യൻ അനുഭവിച്ച ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യമാണ് മനുഷ്യൻ കൊണ്ട് തൊലച്ചത്. അവന്റെ ഉള്ളിലെ മഹത്വത്തിന്റെ ആത്മാവിനെ. ഇത് പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാരോട് പറഞ്ഞ ഭാഷയാണ് കേട്ടോ. മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാരോട് പറഞ്ഞ ഭാഷയാണ്. ഈ മഹത്വത്തിന്റെ ആത്മാവിനെയാണ് മനുഷ്യൻ കൊണ്ട് കളഞ്ഞു കുളിച്ചത്. അത് തിന്നാൻ, ഇത് തിന്നാൻ, അത് തൊട്ടു നോക്കാൻ, ഇത് തൊട്ടു നോക്കാൻ, അത് അനുഭവിക്കാൻ, ഇത് അനുഭവിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ നമ്മൾ ഇത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഈ മഹത്വത്തിന്റെ ആത്മാവിനെ നശിപ്പിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, മഹത്വമില്ലാതെ ചുരുണ്ടുകൂടി ഇവിടെ ജീവിക്കുക എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രലോഭനം. അവൻ അനുഭവിച്ച, ആദ്യത്തെ മനുഷ്യൻ അനുഭവിച്ച പ്രലോഭനവും അവനിൽ ദൈവം നിശ്വസിച്ച ഈ മഹത്വത്തിന്റെ ആത്മാവിനെ കളഞ്ഞു കുളിച്ചിട്ട് ചുരുണ്ടുകൂടി വിലയില്ലാത്തവനായി. അതല്ലേ സംഭവിച്ചത്. ഉൽപ്പത്തി 3:8 വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവനും അവളും കേട്ടു. അവരെന്ത് ചെയ്തു? ഭയന്ന്. കണ്ടോ, മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ ശബ്ദം പോലും ഭയക്കുന്നു. വില നഷ്ടപ്പെട്ട മനുഷ്യൻ കണ്ടോ, വെറും പതിരു പോലെ ആയിത്തീർന്ന മനുഷ്യൻ നോക്കൂ, ശബ്ദം പോലും അവനെ ഭയപ്പെടുത്തുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ദയനീയ അവസ്ഥ. മഹത്വത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ അവൻ മഹത്വമാർന്നവനാണ്. എന്നാൽ ആ മഹത്വത്തിന്റെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യനിത ഒച്ച പോലും, ശബ്ദം പോലും അവൻ ഭയക്കുന്നു. എന്നിട്ട് അവൻ ഒളിക്കണോ. മഹത്വമില്ലാത്തവൻ ഒളിക്കണോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ കഥയാണ്, ജീവിതമാണ് പഴയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന, മഹത്വം കളഞ്ഞു കുളിച്ച് ജീവിക്കുന്ന
പിന്നെ കണ്ടില്ലേ, തുടർന്നിങ്ങോട്ട് വരുമ്പം അനിയൻ നല്ലത് ചെയ്തു, ചേട്ടൻ അത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യന്റെ അടുത്ത ലക്ഷണമാണത്. അപരന്റെ നന്മ കാണുമ്പോ, അപരന്റെ ഉയർച്ച കാണുമ്പോ, അപരന്റെ വളർച്ച കാണുമ്പോ, അയലോക്കത്ത് തീ പുകയുമ്പോ, അപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉറയ്ക്കുമ്പോ, ഇപ്പുറത്തെ കൊച്ചിന് ജോലി കിട്ടുമ്പോ, കാര്യം പള്ളിയിലും പോകും, പട്ടക്കാരനെ ഇഷ്ടവാ, കൺവെൻഷനും കൂടും, ധ്യാനത്തിനും പോകും, സ്തുതിപ്പും നടത്തും. പക്ഷേ അയലോക്കത്തെ വീട്ടിൽ തീ പുകഞ്ഞാൽ ഇവിടെ അങ്കലാപ്പ് തുടങ്ങും. മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യന്റെ അടുത്ത ചിത്രം. പ്രിയപ്പെട്ടവരെ, മഹത്വമാർന്ന മനുഷ്യന് അപരന്റെ ഉയർച്ചയിലും വളർച്ചയിലും തുള്ളിച്ചാടാൻ പറ്റും. മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യന് സ്വന്തം സഹോദരന്റെ, സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്നവന്റെ വീട്ടിൽ തന്നെക്കാൾ ഉയർച്ചയുണ്ടായാൽ അവന് സഹിക്കൂല. മഹത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യന്റെ ചുരുങ്ങിക്കൂടിയ ചിത്രമാണിത്. ഇത് നമുക്കിടയിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ സ്വാഭാവികമാണ്. ഒരു വശത്ത് കൺവെൻഷനുകളും ഒരു വശത്ത് ഭക്താഭ്യാസങ്ങളും വളരുമ്പോഴും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ചുരുങ്ങിക്കൂടുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നു നോക്കണം. സ്വന്തം വീട്ടിൽ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ പോലും ഉണ്ടാകുന്ന വളർച്ചയെ ഇപ്പുറത്തുള്ള കുഞ്ഞാങ്ങളയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മഹത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ചുരുങ്ങിക്കൂടി വില നഷ്ടപ്പെട്ട, തൻ്റെ വില തിരിച്ചറിയാൻ മേലാത്ത മനുഷ്യനായിട്ട് അവൾ അധപ്പതിച്ചു എന്നതല്ലേ അതിൻ്റെ ചിത്രം. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ കണ്ടതൊക്കെ എടുത്ത് ചുറ്റുന്ന മനുഷ്യന്റെ ചിത്രമാണ് പഴയ നിയമം അവതരിപ്പിക്കുന്നത്. പിന്നെ വില ഉണ്ടാക്കാൻ വേണ്ടി കണ്ടതെല്ലാം എടുത്തു ചുറ്റുവാണ്. പണം വില നൽകുമെന്ന് വിചാരിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ്. സുഖങ്ങളാണ് വില നൽകുന്നത് എന്ന് വിചാരിച്ച് ലോകത്തിന്റെ സുഖങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിക്കാനുള്ള ആർത്തിയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വീണ്ടും വിലയുള്ളവനാകണം. അതിനാണ് ദൈവമായ കർത്താവ് തൻ്റെ ഓമൽ കുമാരനെ മനുഷ്യന്റെ രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ച് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി തല്ലുകൊണ്ട് പരവശനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി വിയർത്ത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി മുഖത്ത് തുപ്പലേറ്റ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ 33-കാരൻ ചെറുപ്പക്കാരൻ വിവസ്ത്രനാക്കപ്പെട്ട് അവസാനം ആ കുരിശിൽ കെട്ടിത്തൂക്കപ്പെട്ട് അവനെ തല്ലിക്കൊന്നത്, അവൻ മരിച്ചത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മഹത്വത്തിന്റെ ആത്മാവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്നിട്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോ? എന്നിട്ട് ഞാൻ ഈ മഹത്വത്തിന്റെ ആത്മാവിനെ ഞാൻ എത്രത്തോളം സ്വീകരിച്ച് മഹത്വത്തിന്റെ മനുഷ്യനായി ഞാൻ മാറി.